ക്വസ്റ്റ്യൻ നമ്പർ 9 അല്ലായിരുന്നോ ഹോംവർക്ക്? 9 അല്ലായിരുന്നോ? ചെയ്തോ? ആൻസർ എത്ര കിട്ടി? എത്രയാണ്? ഈക്വൽ ടു 0. കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. Question number 13 വായിച്ചേ. Find the equation of the line through the point 02 and making an angle 2 pi by 3 with the positive x-axis. Also find the equation of line parallel to it and crossing the y-axis at a distance of 2 units below the origin. സാരെങ്കിൽ ക്യാമറ ഓൺ ചെയ്യട്ടോ. ഓക്കെ. സോ എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ടുള്ളത്? എന്തൊക്കെയുണ്ട്? ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ കയ്യിൽ? കൊണ്ടുവരാറില്ലേ? ഒരു ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത് നിങ്ങൾ എന്ത് ഒരുമിച്ചിരുന്നു? എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്? പറ. ഒരു പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എക്സ് വൈ എന്ന് എടുക്കാം. ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. പോയിന്റ് ഏതാ? 0,2. മേക്കിംഗ് an angle 2 pi by 3 with a positive x-axis. പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. അതെങ്ങനെയാ നമ്മൾ ഡിനോട്ട് ചെയ്യണേ? പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യണേ? തീറ്റ അല്ലേ? തീറ്റ അല്ലേ? അല്ലേ? തീറ്റ മറന്നുപോയാ? തീറ്റ ഈക്വൽ ടു 2 pi by 3. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ അല്ലേ? ഇക്വേഷനാ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവിടെ ഏത് ഫോമാ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക? പറ. നമ്മൾ ഏതൊക്കെ ഫോം പഠിച്ചിട്ടുണ്ട്? എന്ത് പറ്റി ലേറ്റ് ആയാലും? പറയ്, ഏതൊക്കെ ഫോം പഠിച്ചിട്ടുണ്ട്? ഒന്നും ഓർമ്മയില്ല അല്ലേ? ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടേലും പറഞ്ഞാൽ മതി. അല്ല, ഏതൊക്കെ ഫോം പഠിച്ചിട്ടുണ്ട്? ഫസ്റ്റ് നമ്മൾ പഠിച്ച ഫോം ഏതാ? അല്ലാതെ ഹോംവർക്ക് ആയിരുന്നു. 12th ക്വസ്റ്റ്യൻ വരെ ചെയ്തായിരുന്നു. ആർക്ക് കുഴപ്പമില്ല? അതൊന്നും ചെയ്തില്ലായിരുന്നു ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നും? 9th ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിരുന്നു. 12th ക്വസ്റ്റ്യനിലായിരുന്നു നിർത്തിയത്. പറഞ്ഞു. ഏതൊക്കെ ഫോംസ് നമ്മൾ പഠിച്ചു? ഫസ്റ്റ് പഠിച്ചത് പോയിന്റ് സ്ലോപ്പ് ഫോമാ. അത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യണേ? ആ ലൈൻ പാസ് ചെയ്യണ ഒരു പോയിന്റും സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 13 ചെയ്തായിരുന്നോ? അല്ല, ഇത് വേറെ ക്വസ്റ്റ്യൻ. പറഞ്ഞേ. അപ്പൊ ഇവിടെ നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഈ തീറ്റ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? എങ്ങനെ പറ്റും? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എം അല്ലെ? എം എന്ന് പറയുന്ന ടാൻ തീറ്റയാണ് അല്ലെ? ദാറ്റ് ഈസ് ടാൻ 2 pi by 3. ഇനി ടാൻ 2 pi by 3 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടാൻ 2 pi by 3 പൈ പ്ലസ് ആണോ? which is equal to tan of pi minus pi by 3. pi minus pi by 3 എന്ന് പറഞ്ഞാൽ pi into 3 3 pi 3 pi minus pi 2 pi 2 pi by 3 അല്ലേ? സോ tan pi minus pi by 3 എന്താ? tan of pi minus x എവിടെയാ വരാ? പൈ എവിടെയാ? ഇവിടെയാ. pi minus x എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റിലാ വരാ? സെക്കൻഡ് ക്വാഡ്രന്റില്. tan പോസിറ്റീവ് ആണോ? അല്ല, നെഗറ്റീവ് ആണ്. അപ്പൊ മൈനസ് tan pi by 3. tan pi by 3 യുടെ വാല്യൂ എത്രയാ? tan 60. tan 60 √3. അപ്പൊ മൈനസ് √3. സോ നമുക്ക് സ്ലോപ്പും കിട്ടി, ഒരു പോയിന്റും കിട്ടി. അപ്പൊ ഇനി നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്യാം. പോയിന്റ് സ്ലോപ്പ് ഫോം എന്തായിരുന്നു പറഞ്ഞേ?
ആ y മൈനസ് വൈ നോട്ട് ആ ആ ശരിയാ പറഞ്ഞു. തെറ്റാണ്. അത് 2 ഫോം ആണോ പറയാൻ ശ്രമിക്കുന്നത്? y മൈനസ് വൈ നോട്ട് ഈക്വൽ എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്, ഇതാണ് ഇക്വേഷൻ. ആ 2 ഫോം ശരിയായിട്ടില്ല കേട്ടോ. ആ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് 2 ഫോം ആയിരിക്കാം. y മൈനസ് വൈ നോട്ട് ഈക്വൽ എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ഈ ഇക്വേഷൻസ് ബൈ ഹേർട്ട് ചെയ്യണം കേട്ടോ. ഇക്വേഷൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി പറഞ്ഞേ, വൈക്കും എക്സിനും ഒന്നും കൊടുക്കണ്ട, കീപ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. ഇനി വൈ നോട്ട് എന്ന് പറയുന്നത് എന്താ? ഇവിടെ എക്സ് നോട്ട് വൈ നോട്ടാണ് നമുക്ക് തന്നേക്കുന്നത് അല്ലെ. പറഞ്ഞേ, y മൈനസ് വൈ നോട്ട് ആരാ? 2 ഈക്വൽ എം എന്ന് പറയുന്നത് മൈനസ് √3 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. ദാറ്റ് ഈസ് y മൈനസ് 2 ഈക്വൽ മൈനസ് √3x. റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? √3x പ്ലസ് y മൈനസ് 2 ഈക്വൽ ടു 0. ദിസ് ഈസ് എ റിക്വയർഡ് ഇക്വേഷൻ. ഇന്റർസെപ്റ്റ് ഏത്? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ വൈ ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? വൈ ഇന്റർസെപ്റ്റ് എത്രയാ? -2 -2 അല്ലേ? ആ വൈ ഇന്റർസെപ്റ്റ് സി എന്ന് പറയുന്നത് -2. പിന്നെ നമുക്ക് എന്തറിയാം? സ്ലോപ്പ് അത് യൂസ് ചെയ്യാം. ഏത് തന്നെ? യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം യൂസ് ചെയ്യാം. ഇപ്പൊ വിമല് പറഞ്ഞത് യൂസ് ചെയ്യാം. അതാണോ പറഞ്ഞേ? ഓക്കെ. y is equal to mx plus d എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതും യൂസ് ചെയ്യാം, ഇതും യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് കിട്ടിയോ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. Also find the equation of the line parallel to it and crossing the y-axis at a distance of 2 units below the origin. അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആണ്. ആ ലൈൻ y-ആക്സിനെ ക്രോസ് ചെയ്യുന്ന എവിടെ വെച്ചിട്ടാ? y-ആക്സിനെ ക്രോസ് ചെയ്യുന്ന എവിടെ വെച്ചിട്ടാ? 2 യൂണിറ്റ്സ് ബിലോ ദി ഒറിജിൻ, ഇവിടെ വെച്ചിട്ടാണ് അല്ലെ? അപ്പൊ ഈ പോയിന്റ് ഏതാ? 0 -2. ഒന്ന് ചെയ്തേ. ഇവിടെ പാരലൽ ആണ്, ഈ ലൈനിൽ പാരലൽ ആണ്. അപ്പൊ സ്ലോപ്പ് എന്തായാലും സെയിം ആയിരിക്കും. ഓക്കെ, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു -√3 ആണ്. പിന്നെ നമുക്കൊരു പോയിന്റ് പറയാം. x0 y0 എന്ന് പറയുന്നത് 0 -2. ഇവിടെ നിങ്ങൾക്ക് ഇതും യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്തതും യൂസ് ചെയ്യാം. y is equal to mx plus d എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. C-2. പോയിന്റ് സ്ലോപ്പ്, ഇത് പോയിന്റ് സ്ലോപ്പ് ഫോം ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഇത് പോയിന്റ് സ്ലോപ്പ് ഫോം ആണ്. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണ്. y is equal to mx plus d. അത് ചെയ്യും.
അജയ്ക്ക് അറിയാമോ? ഏ ആ ഉണ്ടായിരുന്നില്ലല്ലോ ഫസ്റ്റ് ക്ലാസ്സിൽ. സ്കൂളിൽ എടുത്തായിരുന്നോ? ഇല്ല. ഫ്രഷ് ആയിട്ടിരിക്കാം. ഫ്രഷ് ക്ലാസ് ആണ്. ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ, അതിനകത്ത് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. വീഡിയോസ് കണ്ടായിരുന്നോ? ഏ ആ ഇതിനകത്ത് കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷൻസ് നോക്കാട്ടോ. കുറച്ച് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും സ്ലോപ്പും അറിയാമെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അത് ഈ ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിന്റ് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇനി സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ സ്ലോപ്പും ഇന്റർസെപ്റ്റും, അതായത് വൈ ആക്സിസിനെ ടച്ച് ചെയ്യണ പോയിന്റോ അല്ലെങ്കിൽ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യണ പോയിന്റോ ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഇന്റർസെപ്റ്റ് ഫോം, അതായത് ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്, വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വൈനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്. അത് മാത്രം അറിയാമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പൊ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യണേ. ആൻസർ കിട്ടിയോ? എത്ര കിട്ടി പറഞ്ഞേ? √3x + y + 2 = 0. എല്ലാവർക്കും അതാണോ കിട്ടിയത്? എങ്ങനെയാ കിട്ടിയത് പറഞ്ഞേ? ഇവിടെ ഏത് മെത്തേഡാ നിങ്ങൾ യൂസ് ചെയ്തത്? ഇതാണോ? ഏത് മെത്തേഡാ യൂസ് ചെയ്തത്? പോയിന്റ് സ്ലോപ്പ് ഫോമോ? പോയിന്റ് സ്ലോപ്പ് ഫോം ആണോ യൂസ് ചെയ്തത്? ആ y - y0 = m × x - x0. That is y - -2, അതായത് y + 2 = -√3 × x - 0, which implies √3x + y + 2 = 0. ഇങ്ങനെയാണോ കിട്ടിയത്? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. കിട്ടിയോ നന്ദന? കിട്ടിയോ? ഉണ്ടായിരുന്നില്ലല്ലോ. സ്പേസ് വിടാം കേട്ടോ. Next question number 14. The perpendicular from the origin to a line meet it at the point -2, 9. Find the equation of the line. എങ്ങനെ കണ്ടുപിടിക്കും? എന്തൊക്കെ തന്നിട്ടുണ്ട്? ലൈനിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ, -2, 9. അപ്പോൾ അതിന് x0 y0 എന്ന് എഴുതാം. പിന്നെയോ? സോ നമുക്കൊരു ലൈൻ ഉണ്ട്. ഈ ലൈനിൽ ഒരു പോയിന്റ് ആണ് -2, 9 അല്ലേ? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ദ പെർപെൻഡിക്കുലർ ഫ്രം ദ ഒറിജിൻ ടു എ ലൈൻ മീറ്റ് ഇറ്റ് അറ്റ് ദ പോയിന്റ് -2, 9. അതായത് ഒറിജിനിൽ നിന്നും ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് -2, 9 എന്നല്ലേ? അതായത് ഇവിടുത്തെ പോയിന്റ് 0, 0 ആണ് അല്ലെ? ഒറിജിനിൽ നിന്നും ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് -2, 9. അപ്പൊ ഈ -2, 9 എന്ന് പറയുന്നത് രണ്ട് ലൈൻസിലും കോമൺ ആയിട്ടുള്ള പോയിന്റ് അല്ലെ? അപ്പോ ഇവിടെ ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഇതാണ് നമ്മുടെ റിക്വയർഡ് ലൈൻ L. ഓക്കെ, ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യും? ഏത് മെത്തേഡ് യൂസ് ചെയ്യും? ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് -2, 9. ഒന്നെങ്കിൽ സ്ലോപ്പ് അറിയാന്നുണ്ടെങ്കിൽ, ഈ ലൈനിന്റെ സ്ലോപ്പ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്യാം. ഇനി ഈ ലൈനിലെ ഒരു പോയിന്റും കൂടി അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് 2 പോയിന്റ് ഫോം യൂസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? ഇന്റർസെപ്റ്റ് തന്നിട്ടില്ലല്ലോ. എവിടെ? ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആക്സിസിനെയോ വൈ ആക്സിസിനെയോ ടച്ച് ചെയ്യണ പോയിന്റ് ആണ്. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്, കിട്ടും. ഒരു പോയിന്റ് കൂടെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു പോയിന്റ് കൂടെ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് ഇവിടെ അറിയാം ഈ ലൈൻ എല്ലിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനായത് അല്ലെ? ഈ ലൈനിലെ 2 പോയിന്റ്സ് നമുക്കറിയാം. അത് വെച്ചിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇല്ലേ? സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താ? സ്ലോപ്പ് ഓഫ് ദ പെർപെൻഡിക്കുലർ ലൈൻ
കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? പറ, സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താ? മറന്നോ എല്ലാം? y2 മൈനസ് y1 നോക്കിയാണെങ്കിലും പറ, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതാണ് സ്ലോപ്പിന്റെ ഇക്വേഷൻ. പറഞ്ഞേ, ഏതെങ്കിലും ഒരു പോയിന്റ് x1 y1 ഏതെങ്കിലും ഒരു പോയിന്റ് x2 y2 ആക്കി എടുക്കാം. ഇതിന് x1 y1 സോറി ഇതിന് x1 y1 ഇതിന് x2 y2 ആക്കി എടുക്കാം. പറഞ്ഞേ, y2 മൈനസ് y1 9 മൈനസ് 0 9 അല്ലേ, ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 മൈനസ് 2 മൈനസ് 0 എത്രയാ? മൈനസ് 2. സോ ഇതാണ് നമ്മുടെ ഈ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് അല്ലേ? ഇനി ഇതിനെ m1 എന്ന് കൊടുക്കാം. വി നോ ദാറ്റ് എന്താ നമുക്കറിയാവുന്ന പ്രൊഡക്റ്റ് ഓഫ് സ്ലോപ്പ് ഓഫ് ടു പെർപെൻഡിക്കുലർ ലൈൻസ് എന്തായിരിക്കും? m1 m2 എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ എടുക്കാൻ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ സ്ലോപ്പ് ഓഫ് ദ റിക്വയർഡ് ലൈൻ, നമുക്ക് വേണ്ട ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും പറഞ്ഞേ? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, എന്താ? -2/9 നെഗറ്റീവ് എടുക്കുക, എത്രയാ? 2/9. സോ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2/9. ഒരു പോയിന്റും കിട്ടിയിട്ടുണ്ട്. സോ m ഉണ്ട്, m is equal to 2/9, x0 y0 is equal to -29. ഇനി കണ്ടുപിടിക്കാമല്ലോ, ശരി. കഴിഞ്ഞോ? കഴിഞ്ഞോ? കിട്ടിയ ആൻസർ ആയിട്ട് പ്ലസ് ആണോ അവിടെ? കഴിഞ്ഞോ? കിട്ടിയോ? എത്ര കിട്ടിയ? ഈക്വൽ ടു 0. അങ്ങനെയാണോ എല്ലാവർക്കും കിട്ടിയ? കിട്ടിയോ? അജയ് കിട്ടിയോ? സാറിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയണത് m into this is the answer. എഴുതി കഴിഞ്ഞോ? നന്ദന എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇല്ല, വേഗം എഴുതി. കഴിഞ്ഞവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം കേട്ടോ. മനസ്സിലാവണില്ലേ? പറയാം.
വന്ന് കേറിയില്ല, അതിന് മുന്നേ തുടങ്ങി. സമയം എന്തായി? അടുത്ത ദിവസം വാച്ച് കൊണ്ടുവരും കേട്ടാ, ഒരു വാച്ച് കൊണ്ടുവരും അടുത്ത ദിവസം. ആണോ? എന്നാ അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നാ മതി. എന്തിനാ വെറുതെ ബാക്കിയുള്ളവരെ കൂടി ശല്യം ചെയ്യണം? വേണ്ട, അവിടെ ബാഗിനകത്ത് ഇട്ടേക്ക്, എന്നിട്ട് ഇവിടെ എടുത്ത് വെച്ചേക്കും. സാരമില്ല. ആണോ? ഞങ്ങളുടെ സമയല്ലേ പോണേ. കഴിഞ്ഞോ? പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞോ നന്ദന? Next question. The length L of a copper rod is a linear function of its Celsius temperature. L എന്ന് പറയുന്നത് എന്താണ്? It is a function of C. In an experiment, if L is equal to 124.942, when C is equal to 20 and L is equal to 125.134, when C equal to 110, express L in terms of C. Okay. ഇവിടെ നമ്മൾ L x coordinate ആയിട്ടും C y coordinate ആയിട്ടും എടുക്കാം. Okay. So എഴുതിക്കോളാം. Let us assume L along the x-axis. Let us assume capital L along the x-axis and capital C along the y-axis. Capital C along the y-axis. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അതായത് when L is equal to 124.942, C 20 ആണ് അല്ലേ? സോ എല്ലിനെ നമ്മൾ എക്സ് കോർഡിനേറ്റ് ആയിട്ടും സിനെ നമ്മൾ വൈ കോർഡിനേറ്റ് ആയിട്ടും എടുക്കാം. സോ അപ്പോൾ ഒരു പോയിന്റ് അല്ലേ നമുക്ക് കിട്ടുന്നത്? 124.942 എക്സ് കോർഡിനേറ്റ് ആകുമ്പോൾ വൈ കോർഡിനേറ്റ് 20 ആയിരിക്കും അല്ലേ? ഇനി എന്താ തന്നേക്കുന്നത്? when L is equal to 125.134, വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? സി എന്തായിരിക്കും? 110. എക്സ്പ്രസ് എൽ ഇൻ ടേംസ് ഓഫ് സി. എല്ലിന് എന്ത് ചെയ്യുക? ഇൻ ടേംസ് ഓഫ് സി എക്സ്പ്രസ് ചെയ്യുക. നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? രണ്ട് പോയിന്റ്സ് തന്നേക്കുന്നത് അല്ലെ? ഇക്വേഷൻ ഓഫ് എ ലൈൻ കണ്ടുപിടിച്ചാൽ മതി. ഏത് പോയിന്റ് ഏത് ഫോം യൂസ് ചെയ്യണം? രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, 2.4 ചെയ്തേ. 2.4 ഫോമിന്റെ ഇക്വേഷൻ എന്താ? ഇല്ല, ഇല്ല, ഇങ്ങനെ തന്നെ ചെയ്യണം. ഒന്ന് പറഞ്ഞേ, ഇക്വേഷൻ പറഞ്ഞേ 2.4 ഫോമിന്റെ. പറയൂ. പറയുന്നില്ലേ? 2.4 ഇക്വേഷൻ പറഞ്ഞേ. ഞാനിപ്പോ ഇമ്പോസിഷൻ തരും എല്ലാവർക്കും. y മൈനസ് y1 എം ഉണ്ടോ 2.4 ഉണ്ടോ? രണ്ട് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഞാൻ ഇക്വേഷനാണ് ചോദിക്കണേ. ഇതാണ് ഇക്വേഷൻ. ഇതിനെ x1 y1 ആക്കി എടുക്കുക, ഇതിനെ x2 y2 ആക്കി എടുക്കുക. ചെയ്തോളൂ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെല്ലാം ചെയ്തിട്ടില്ല. ഇതെന്താ വലിയ ബുദ്ധിമുട്ടാണോ അത് ചെയ്യാനായിട്ട്? ഇല്ല, സാരമില്ല. ആണ് സ്ലോപ്പ്. അതെ, അതെ. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട്, ഇപ്പൊ ഈ രണ്ട് പോയിന്റ്സ് ഉണ്ട്, രണ്ട് പോയിന്റ്സ് വെച്ചിട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം ആണ് ഇവിടെ ശരിക്കും. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ പോയിന്റ് സ്ലോപ്പ് ഫോം ആണ് അല്ലേ? ഇതെന്ന് പറയുന്നത് എം ആണ്. അവിടെ നമ്മൾ പഠിച്ച y മൈനസ് y നോട്ട്, അത് ഒരു പോയിന്റ് ആണ്.
അത് y1 ആണെങ്കിൽ കുഴപ്പമില്ല. ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. എല്ലാം സെയിം തന്നെയാണ്, പക്ഷെ രണ്ട്, അതായത് ഇവിടെ ഇപ്പൊ നമുക്ക് 2 പോയിന്റ് വന്നേക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ആ ഫോം യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നുവെച്ചാൽ ഒരു 2 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ അറിയാന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം, അത്രേ ഉള്ളൂ. എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ സെയിം തന്നെയാണ് എല്ലാ ഫോംസും കേട്ടാ. ഇവിടെ y നമ്മൾ എന്താ എടുത്ത് സി അല്ലേ, എക്സ് നമ്മൾ എല്ലായിട്ട് എടുത്ത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, സി മൈനസ് y1 എന്താ 20 ഈക്വൽ y2 110 മൈനസ് 20 divided by 125.134 minus 124.942 into L minus 124.942. നമുക്ക് എന്താ വേണ്ടത്, L in terms of C ആണ് വേണ്ടത്. 125.134 minus 124.942. minus 20. നിങ്ങൾ ഫുള്ളി സിംപ്ലിഫൈ ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെയാണോ കിട്ടിയത്? ഇത്രയും ചെയ്താൽ മതി കേട്ടോ. ഫുള്ളി നിങ്ങൾ എന്താ ബ്രാക്കറ്റ് ഒന്നും ഓപ്പൺ ചെയ്യണ്ട. കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? ദിയ കഴിഞ്ഞോ? കഴിഞ്ഞൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാട്ടോ, സിമിലർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് സ്കൂളിൽ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ? ആർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല? വിമലിന് സ്റ്റാർട്ട് ചെയ്തോ? കഴിഞ്ഞോ? കഴിഞ്ഞവരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. റബ്ബ് ചെയ്തോട്ടെ ദിയ. The owner of a milk store finds that he can sell 980 liters of milk each week at rupees 14 per liter and 1220 liters of milk each week at rupees 16 per liter. Assuming a linear relationship between selling price and demand, how many liters could he sell weekly at rupees 17 per liter? Okay. So here we can take the selling price per liter as X. Let the selling price
per liter be along the x-axis, selling price per liter be along the x-axis and demand along the y-axis. Demand along the y-axis. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? പറ. എന്തൊക്കെ തന്നിട്ടുണ്ട്? എന്തൊക്കെ തന്നിട്ടുണ്ട്? പോയിന്റ്സ് തന്നിട്ടുണ്ടോ? പോയിന്റ്സ് തന്നിട്ടുണ്ടോ? ആ പോയിന്റ്സ് പറഞ്ഞേ. പോയിന്റ്സ് പറ. Selling price per liter along the x-axis and demand along the y-axis. പറഞ്ഞേ. 980 liters of milk each week at ₹14 per liter. അപ്പൊ ആ കോർഡിനേറ്റ് ആ പോയിന്റ്സ് എന്ന് പറഞ്ഞേ. പറ. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? അത് നിങ്ങൾ തനിയെ ചെയ്യുവാണോ? നിങ്ങൾ ആ പോയിന്റ്സ് പറഞ്ഞിട്ട് തനിയെ ചെയ്യ്. എല്ലാവർക്കും അറിയില്ലോ എന്ന് എനിക്കറിയില്ലല്ലോ. പറ പോയിന്റ്സ് പറ. 980 ആദ്യം സെല്ലിംഗ് പ്രൈസ്. ആ ഓക്കെ. ഞാൻ എടുക്കുന്ന 14, നിങ്ങൾക്ക് എങ്ങനെ വേണേ എടുക്കാം കേട്ടോ. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. 14,980. 16 എന്നാരാ പറഞ്ഞേ? 14. ആദ്യം തന്നേക്കുന്നത് 14 അല്ലേ? സോ 14 കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ലിറ്റേഴ്സ് ആണ്? 980. സോ ദിസ് ഇസ് എ ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് തന്നേക്കുന്നതോ 16,1220. സോ ഇതാണ് നമ്മുടെ x1, y1. ഇതാണ് നമ്മുടെ x2, y2. രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇനി ഇക്വേഷൻ കണ്ടുപിടിച്ചേ. ഏത് ഫോമാ യൂസ് ചെയ്യേണ്ടത്? 2 point ഫോം ആണ്. ഇക്വേഷൻ എന്താ? y minus y1 equal y2 minus y1 by x2 minus x1 into x minus x1. ചെയ്തേ. കഴിഞ്ഞോ? കഴിഞ്ഞോ?
ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചോ അതോ ഇക്വേഷൻ മാത്രമേ കണ്ടുപിടിച്ചോളാം? കിട്ടിയ ആൻസർ പറഞ്ഞേ. y മൈനസ് 980 ഈക്വൽ 1220 മൈനസ് 980 ഡിവൈഡഡ് ബൈ 16 മൈനസ് 14 ഇൻറ്റു എക്സ് മൈനസ് 14 which is equal to y minus 980 is equal to 980. So y minus 980 equal 120x minus നമുക്ക് എന്താ വേണ്ട? വെയിറ്റ്. ഇങ്ങനെയാണോ കിട്ടിയത്? ഇനി കഴിഞ്ഞിട്ടില്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇതാണ് റിലേഷൻ അല്ലെ, എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? അസ്യൂമിങ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെല്ലിംഗ് പ്രൈസ് ആൻഡ് ഡിമാൻഡ്, ഹൗ മെനി ലിറ്റേഴ്സ് കുഡ് ഹി സെൽ വീക്ക്ലി അറ്റ് ₹17 per liter? 17 per liter യൂസ് ചെയ്തിട്ട് 17 per liter എന്നുള്ള പ്രൈസിൽ അയാൾക്ക് എത്രത്തോളം, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഹി ക്യാൻ സെൽ, അതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ 17 എന്ന് പറയുന്നത് എന്താ, നമ്മൾ എന്താ പ്രൈസ് എക്സ് ആയിട്ടല്ലേ എടുത്തത്, അപ്പോൾ എക്സിന് എന്ത് കൊടുക്കുക? 17 കൊടുക്കുക, എന്നിട്ട് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എത്ര കിട്ടിയ? 1340 ലിറ്റേഴ്സ് കിട്ടിയ. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 17.
of AB is a midpoint of a line segment between axes. Show that the equation of the line is x by a plus y by b equal to. എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ആക്സിസിന് ഇടയ്ക്കുള്ള ഒരു എന്താ ലൈനാണ് നമുക്ക് തന്നിരിക്കുന്ന ലൈൻ. തീരാറായിട്ടല്ലേ ഉള്ളൂ, തീരട്ടെ, അത് തീരട്ടെ, അപ്പൊ എന്താ വെച്ചാൽ ചെയ്യാം. ഓക്കെ, ഇനി ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് ക്യാപിറ്റൽ പി, അതിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എ ബി ആണ്. സോ വി ഹാവ് ടു ഷോ ദാറ്റ് ദി ഇക്വേഷൻ ഇസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. എങ്ങനെ ചെയ്യും പറ? ഈ പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? വൈ ആക്സിസിലെ പോയിന്റ് ഇന്റർസെപ്റ്റ് ആണ്. ആ പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? വൈ ആക്സിസിലെ പോയിന്റ് എങ്ങനെയായിരിക്കും? എപ്പോഴും എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലേ? സോ ഇതിനെ എനിക്ക് 0 വൈ എന്ന് വിളിക്കാമല്ലോ. ഇനി ഈ പോയിന്റ് എങ്ങനെയായിരിക്കും? എക്സ് ആക്സിസിലെ പോയിന്റ് വൈ 0 ആയിരിക്കും. സോ ദിസ് ഈ പോയിന്റ് എനിക്ക് x0 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇത് എ, ഇത് ബി. ഈ പി എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണല്ലോ അല്ലെ? പി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. അപ്പൊ നമുക്ക് എന്ത് പറയാം? പി എന്ന് പറയുന്നത് എ ബി ആണ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? മിഡ് പോയിന്റ് ഫോർമുല പറഞ്ഞേ. x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2 അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0 പ്ലസ് എക്സ് എത്രയാ? 0 പ്ലസ് എക്സ് x/2. ഇനി 0 പ്ലസ് y എത്രയാ? y/2 അല്ലേ? പി എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആയിരിക്കില്ലേ? അതായത് എ ബി. സോ നമുക്ക് എന്ത് കിട്ടി? x/2 ഈക്വൽ ടു എ, y/2 ഈക്വൽ ടു ബി അല്ലേ? ഇനി എക്സ് എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു എ, വൈ ഈക്വൽ ടു ബി അല്ലേ? ഇനി നമുക്ക് ഇക്വേഷൻ ആണ് വേണ്ടത് അല്ലെ? ഇക്വേഷൻ പറഞ്ഞേ എന്തായിരിക്കും ഇക്വേഷൻ? ഇന്റർസെപ്റ്റ് ഫോം എന്താ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇതല്ലേ ഇക്വേഷൻ? ഇവിടെ നമുക്കറിയാം വൈ എന്താ, വൈ യൂണിറ്റ്സ് മാറിയിട്ടാണ് ഇവിടെ. അപ്പൊ ഇവിടുത്തെ വൈ ഇന്റർസെപ്റ്റ് ആരാ? വൈ അല്ലേ? എക്സ് ഇന്റർസെപ്റ്റ് ആരാ? എക്സ് ആണ്. സോ എക്സ് ഇന്റർസെപ്റ്റിനെ ആണോ എന്ത് വിളിക്കുന്നത്? എ എന്ന് വിളിക്കുന്നത്. വൈ ഇന്റർസെപ്റ്റിനെ ആണ് ബി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ എ ആരാന്നാ കിട്ടിയേ? 2a അല്ലേ? സോറി, ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ് കേട്ടോ. അത് തെറ്റാണ്.
അത് നമ്മളെ ഈ മിഡ് പോയിന്റും എ ഇന്റർസെപ്റ്റും എ എന്ന് എടുത്തുകൊണ്ടിട്ടുള്ള കൺഫ്യൂഷൻ ആണ് കേട്ടോ. നമ്മള് ഇന്റർസെപ്റ്റിനെ എ ഈ എ യൂസ് ചെയ്യണ്ട, ക്യാപിറ്റൽ എ യൂസ് ചെയ്യാം, ഇത് ക്യാപിറ്റൽ ബി യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ വേറെ എ ബി ഉണ്ടല്ലേ. ഇതിന് നമുക്ക് പി ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. സി ഡി എന്നുള്ളത് വരാം. ഓക്കെ, അപ്പോ ഇവിടെ എക്സ് എത്രയാന്നാ കിട്ടിയത്? ഇവിടുത്തെ എക്സ് ടു എ, അതായത് ഇവിടുത്തെ ഇന്റർസെപ്റ്റ് നമ്മുടെ ഇക്വേഷൻ ഇപ്പൊ മാറി കേട്ടോ. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാ വരാം, എക്സ് ബൈ ക്യാപിറ്റൽ എ പ്ലസ് വൈ ബൈ ക്യാപിറ്റൽ ബി ഈക്വൽ ടു 1. ഇവിടെ ഓൾറെഡി ഒരു എയും ബിയും വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറ്റി എഴുതിയതാണ്. നമ്മൾ ഓൾറെഡി ഇന്റർസെപ്റ്റ് ഫോം പഠിച്ചിട്ടുള്ളത് ഏതാ? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. പക്ഷേ ഇവിടെ അതിനകത്ത് എ എന്ന് പറയുന്നത് എക്സ് ഇന്റർസെപ്റ്റും ബി എന്ന് പറയുന്നത് വൈ ഇന്റർസെപ്റ്റും ആയിട്ടാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷെ ഇവിടെ ഓൾറെഡി എ ബി ഒരു മിഡ് പോയിന്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതാണ് കൺഫ്യൂഷൻ. സോ ഞാനിവിടെ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി എന്ന് എഴുതാണ്. ഇവിടെ ക്യാപിറ്റൽ എയുടെ വാല്യൂ എത്രയാ? ഈ എക്സിന്റെ വാല്യൂ അല്ലേ ക്യാപിറ്റൽ എ അല്ലെ? അത് എത്രയാ? 2a ആണ്. ഇവിടെയോ ക്യാപിറ്റൽ ബിയുടെ വാല്യൂ എത്രയാ? 2b അല്ലെ? സോ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 2a പ്ലസ് വൈ ബൈ 2b ഈക്വൽ ടു 1 അല്ലെ? രണ്ടിടത്തും 2 ഉണ്ട്. സോ എനിക്ക് എന്ത് ചെയ്യാം? ഒരു 1/2 കോമൺ എടുക്കാം. സോ അപ്പൊ എനിക്ക് എന്താ കിട്ടുക? 1/2 ഇൻറ്റു എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് കിട്ടില്ലേ? ഇല്ലേ? ഇനി 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പൊ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 2 കിട്ടിയില്ലേ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ എവിടെയെങ്കിലും? ചെയ്ത് നോക്ക്. കഴിഞ്ഞോ? എന്താണ് നോക്കി ചിരിച്ചോണ്ടിരിക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും. അത് ഹോംവർക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 19 ഒന്ന് ചെയ്തേ. കൊലീനിയർ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിലെ പോയിന്റ്സ്. കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. എത്രയാ? ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ 18 ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19 വായിക്കുക. വീട്ടിലെത്തിയില്ലേ സാറെങ്കിൽ? കേട്ടില്ല, കേൾക്കാൻ പറ്റുന്നില്ല.
ആ കേക്കാം, പറഞ്ഞോ. ആ ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 19 വായിച്ചോ. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 19? By using the concept of equation of a line, prove that the points 3, 0, 2, -2 and 8, 2 are collinear. നമുക്ക് ഈ 3 പോയിന്റ്സ് കൊലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. കൊലീനിയർ ആണെങ്കിൽ എന്താ പ്രത്യേകത? ഒരു ലൈനിലുള്ള പോയിന്റ് ആയിരിക്കും. ഈ 3 പോയിന്റ്സും കൊലീനിയർ ആണെങ്കിൽ ഈ 3 പോയിന്റ്സും ലൈ ചെയ്യുന്നത് ഒരു സിംഗിൾ ലൈനിലായിരിക്കും. ഓക്കെ, അതെങ്ങനെ പ്രൂവ് ചെയ്യും? ഇവിടെ നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 2 പോയിന്റ്സ് എടുക്കാം. ഇപ്പൊ ഈ 2 പോയിന്റ്സ് എടുക്കാം. ഈ 2 പോയിന്റ്സ് എടുത്തിട്ട് ഇക്വേഷൻ കണ്ടുപിടിച്ചേ. ഇക്വേഷൻ ഓഫ് ദ ലൈൻ കണ്ടുപിടിച്ചേ 2 പോയിന്റ് ഫോം യൂസ് ചെയ്തിട്ട്. ഇക്വേഷൻ എന്താ? y minus y1 equal y2. പറഞ്ഞു, x minus x1. ശരിയാ, കറക്റ്റ്. കഴിഞ്ഞോ? ഫൈനലാൻസ് കണ്ടുപിടിക്കും. ഫ്രാക്ഷൻ ഒന്നും വരാൻ പാടില്ല. എന്താ അന്തരം നേരത്തെ വയ്ക്കും. ക്ലാസ് കഴിഞ്ഞിട്ട് കടയിൽ കയറിയാവില്ല. എന്നാ ഞങ്ങള് രക്ഷപ്പെട്ടു. അഞ്ചു പേരില്ലേ? ടീം പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാം. ഇലക്ട്രോൺ ആണ്, പക്ഷെ ഞാൻ പ്രോട്ടോൺ ആണ്. ആയിക്കോട്ടെ. പ്രോബ്ലം ചെയ്യാം. അടുത്ത എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ഫുള്ള് ചെയ്ത് തീർക്കുകയാണെങ്കിൽ 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് നേരത്തെ വിടാം ഞാൻ. വേഗം ചെയ്തോ. കഴിഞ്ഞോ? പേന തീരാറായി. ഇവിടെ കാണിച്ച എന്തോരം മഷീൻ നോക്കട്ടെ. കൊണ്ടുവന്ന് അല്ല ആണല്ലേ? നേരത്തെ എനിക്ക് തീർന്ന കാര്യം തന്നെ ആയിരുന്നു ചോദിച്ചത്. ചെയ്ത് കഴിഞ്ഞോ ഞങ്ങള്? ഇക്വേഷൻ എന്താ കിട്ടിയ? x1 y1 x2 y is equal to -2 by -5 into x minus 3. That is 5y equal to x minus 6. That is 2x minus 5y minus 6 equals 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ? ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇനി ഈ 2 പോയിന്റ്സ് ചേർന്ന് ഉണ്ടാക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണിത്.
അതേ ലൈനിൽ തന്നെയാണ് ഈ പോയിന്റും കിടക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് ലൈൻസ് ചേർന്ന് ഉണ്ടാക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണിത്. അപ്പൊ ഈ പോയിന്റും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതേ ലൈനിലാണ് ഈ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, ചെക്കിംഗ് വെദർ 8, 2 lies on the above line or not. Two into 8 minus 5 into 2 minus 6 equal to 0. 0 തന്നെയല്ലേ കിട്ടുന്നത് അല്ലേ? നമ്മൾ ഈ പോയിന്റ്സ് 8ഉം 2ഉം എക്സിനും വൈക്കും ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടിയത്? 0 തന്നെയാണ് കിട്ടിയത്. അതായത് ഇവിടെ 0 തന്നെയല്ലേ. സോ therefore 3 points ഏതൊക്കെയാ? 3, 0, -2, -2 and 8, 2 are collinear. കഴിഞ്ഞോ? അന്നേരം എഴുതി കഴിഞ്ഞോ? അതുകൊണ്ട് ഞാൻ നന്ദനെ വിടും. നന്ദനയുടെ ആഗ്രഹമല്ലേ? ആണോ? അത് അതിമോഹമായി പോയല്ല. ആ 5 മിനിറ്റ് നേരത്തെ അല്ലേ? ആ നിർത്താം. ആ ശരിയാക്കാം. ആലോചിക്കട്ടെ. കംപ്ലീറ്റ് ചെയ്തത് എല്ലാവരും? എല്ലാ ക്ലാസ്സിലും ഇങ്ങനെയാണ് അല്ലേ? ആകെ തോബിയ സാറിന്റെ ക്ലാസ്സിൽ മാത്രമേ ചോദിക്കാനുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത്. തോബിയ സാറിന് സാറിനൊന്ന് കാണാനുണ്ട്. ഇന്ന് വന്നിട്ടില്ല. ഞാൻ കാണുമ്പോൾ പറഞ്ഞോളാം. ഫിസിക്സ് ക്ലാസ്സിലും മാത്സ് ക്ലാസ്സിലും മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരുടെയും കുറ്റങ്ങൾ പറയാറില്ല. ഞങ്ങളുടെ വിഷമങ്ങൾ പങ്കുവെച്ചതാണ്. അപ്പൊ ഞാൻ പങ്കുവെച്ചപ്പോഴാണ് മനസ്സിലായി എന്റെ അതേ വിഷമാണ് മിസ്സിന്റെ വിഷമമെന്ന്. അതിന്റെ എല്ലാം കാരണക്കാരൻ ഒരാളാണെന്ന്. ഞാൻ മിണ്ടാണ്ടിരുന്നപ്പോ ഭയങ്കര വിഷമായി. ഇത് കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞില്ലേ? നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാറിങ് കഴിഞ്ഞോ? Write the heading distance of a point from a line. Distance of a point from a line. the perpendicular distance small letter d, the perpendicular distance small letter d of a line, the perpendicular distance small letter d of a line capital AX plus capital BY plus capital C equal to 0.
the perpendicular distance d of a line ax plus by plus c equal to 0 from a point x1 y1 from a point x1 y1 from a point x1 y1 is given by d is equal to mod ax1 plus by1 plus c divided by root of a square plus b square. D equal mod ax1 plus by1 plus c divided by root of a square plus b square. എഴുതിയോ? ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. Find the distance of the point. Find the distance of the point 3 minus 5 from the line 3x minus 4y minus 26 equal to 0. 3x minus 4y minus 26 equal to 0. So എന്താണ് ഇക്വേഷൻ? ഒരു പോയിന്റ് x1 y1 ഈ x1 y1ൽ നിന്നും ax plus by plus c equal to 0 എന്ന് പറയുന്ന ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് d equal to mod ax1 plus by1 plus c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റൻ എന്താ? നമ്മുടെ പോയിന്റ് വന്നിട്ടുണ്ടല്ലേ 3 minus 5 ആണ്. അതായത് എന്താണ്? x1 y1 ആണ് എന്ത്? 3 minus 5. ഇനി ഇവിടെ എ ബി സി എന്താ? എ എന്താ? എ ഈക്വൽ 3, ബി ഈക്വൽ -4, സി ഈക്വൽ -26. ഇനി ഡി ഒന്ന് കണ്ടുപിടിച്ചേ. ഡി ഈക്വൽ മോഡുലസ് ഓഫ് എ x1. അതായത് എന്താ? 3 into 3 പ്ലസ് ബി എന്ന് പറയുന്നത് -4, y1 എന്ന് പറയുന്നത് -5 പ്ലസ് സി ഡിവൈഡഡ് ബൈ root of 3 square, 9 plus -4 square 16, which is equal to mod ഇവിടെ -26 അല്ലേ സിയുടെ വാല്യൂ അല്ലേ? കഴിഞ്ഞോ? Next heading, distance between two parallel lines. Distance between two parallel lines. Distance between two parallel lines. The distance d between two parallel lines, the distance d between two parallel lines, ax plus by plus c1 equal to 0, ax capital A x plus capital B y plus capital C, c1 capital C1 equal to 0, and ax plus by plus c2 equal to 0, ax plus by plus c2 equal to 0 is given by d is equal to mod c1 minus c2 divided by root of a square plus b square. Mod c1 minus c2 divided by root of
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കഴിഞ്ഞോ? Write the question. Find the distance between the parallel lines. Find the distance between the parallel lines. Find the distance between the parallel lines. 3x minus 4y plus 7 equal to 0. 3x minus 4y plus 7 equal to 0. And 3x minus 4y and 3x minus 4y plus 5 equal to 0. 3x minus 4y plus 7 equal to 0 and 3x minus 4y plus 5 equal to 0. കണ്ടുപിടിച്ചേ. 3x minus 4y plus 5 equal to 0. ഇക്വേഷൻ എന്താ? രണ്ട് പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് ആണെങ്കിൽ ഇക്വേഷൻ എന്താ? മോഡ് d is equal to mod c1 minus c2 divided by root of a square plus b square. പാരലൽ അല്ലേ? കഴിഞ്ഞോ? കിട്ടിയോ? ആൻസർ എത്ര കിട്ടിയ? 2/5. ഒന്ന് പോയി ചെയ്തേ ബോട്ടിൽ. വേണ്ട, തൽക്കാലം അത് മാത്രം ഒന്ന് ചെയ്താൽ ഇക്വേഷൻസ് പോരെ. 3x minus 4y plus 7 equal to 0 and 3x minus 4y plus 5 equal to 0. ആൻസർ കിട്ടിയ എല്ലാവർക്കും 2/5. ഇനി എക്സസൈസ് 9.3 എടുക്കാം കേട്ടോ. Exercise 9.3. Reduce the following equations into slope-intercept form and find their slopes and the y-intercept. First question, x plus 7y equal 0. ഇവിടെ എന്താ question? We have to reduce this equation into slope-intercept form. Slope-intercept ഫോമിലേക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ മാറ്റണം. എന്തായിരുന്നു slope-intercept form? പറ. Slope-intercept form എന്തായിരുന്നു? y minus y0 equal to slope-intercept form ആണ്. അത് point slope form ആണ്. y is equal to mx plus d. y is equal to mx plus c. ഇത് മതി. ഈ ഫോമിലോട്ട് ഇതിനെ മാറ്റണം. അതായത് എന്താ?
വൈ ഇസ് ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് ആക്കണം. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് 7y ഈക്വൽ ടു 0 അപ്പൊ ഞാൻ y ടേമിന് ഇവിടെ നിർത്തി. ദാറ്റ് ഇസ് 7y ഈക്വൽ ടു മൈനസ് എക്സ്. ഇവിടെ എനിക്ക് 7y അല്ല വേണ്ട, വൈന് ഒറ്റയ്ക്ക് മതി, വൈക്ക് കോഎഫിഷ്യൻസ് ഒന്നും വേണ്ട അല്ലെ. അപ്പൊ എന്താകും, ഇവിടെ മൾട്ടിപ്ലൈ നിന്നിരുന്ന 7 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താകും, ഡിവിഷൻ ആകും. സോ -x/7 എന്നാകും അല്ലെ. സോ ഇനി ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തേ. എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ, എം. സ്ലോപ്പ് അല്ലേ, നമുക്ക് ക്വസ്റ്റിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റണം, എന്നിട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ സ്ലോപ്സ് ആൻഡ് y ഇന്റർസെപ്റ്റ് അല്ലെ. സ്ലോപ്പും y ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം. സ്ലോപ്പ് എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് അല്ലെ. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ, -1/7 അല്ലെ. സോ m is equal to -1/7. ഇല്ല, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം. ഓക്കെ, ഇനി സി എത്രയാ, സി ആണ് നമ്മുടെ y ഇന്റർസെപ്റ്റ്. എത്രയാ, സി ഉണ്ടോ ഇവിടെ, ഇല്ല. സോ 0. സോ ദിസ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. 6x + 3y - 5 = 0. കഴിഞ്ഞോ, കിട്ടിയോ, ആൻസർ കിട്ടിയോ, എന്താ കിട്ടിയേ? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിനെ വി ഹാവ് ടു കൺവേർട്ട് ടു ദിസ് ഫോം അല്ലെ. y is equal to എന്നുള്ളൊരു ഫോമിലോട്ട് ആക്കണം. ദാറ്റ് ഇസ് 3y equal -6x + 5. ദാറ്റ് ഇസ് y is equal to -6x + 5/2. അതായത് എത്രയാ, -3x + 5/2 അല്ലെ. അപ്പൊ m എത്രയാ, m is equal to x ന്റെ കോഎഫിഷ്യന്റ്, സോറി 3 -2x 5/3. ഓക്കെ, m എത്രയാ, -2. c എത്രയാ, ഇതാണോ കിട്ടിയത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. Look at the second. എന്ത് കൺഫ്യൂസിങ്, y is equal to mx + c ആണ്. x കോർഡിനേറ്റ് ഇല്ല, അപ്പൊ m 0, c 0. എന്താണ് കൺഫ്യൂസിങ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ഇതിനെന്താ ചെയ്യണ്ടേ, ഇന്റർസെപ്റ്റ് ഫോമിലോട്ടാ ചേഞ്ച് ചെയ്യണ്ടേ. റെഡ്യൂസ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഇൻടു ഇന്റർസെപ്റ്റ് ഫോം ആൻഡ് ഫൈൻഡ് ദെയർ ഇന്റർസെപ്റ്റ് ഓൺ ദി ആക്സിസ്. ഓക്കെ, ഇന്റർസെപ്റ്റ് ഫോം എന്തായിരുന്നു, ഇന്റർസെപ്റ്റ് ഫോം എന്തായിരുന്നു പറഞ്ഞേ, പറയൂ. ഇന്റർസെപ്റ്റ് ഫോം എന്തായിരുന്നു, x/a പ്ലസ് y/b ഈക്വൽ ടു 1. ഇതായിരുന്നു ഇന്റർസെപ്റ്റ് ഫോം അല്ലെ. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ, (3x + 2y - 12 = 0). ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് ഈ ഇന്റർസെപ്റ്റ് ഫോമിന്റെ ലെഫ്റ്റ് സൈഡിൽ എക്സ് കോർഡിനേറ്റ്, എക്സിന്റെ ടേമും വൈന്റെ ടേമും ഉണ്ട് അല്ലെ. റൈറ്റ് സൈഡിൽ 1 ആണ്. അപ്പൊ ആ ഫോമിലോട്ട് നമ്മൾ മാറ്റണം. ഓക്കെ, അപ്പൊ ഞാൻ എക്സിന്റെ ടേം ഇവിടെ നിർത്താണ്, വൈയുടെ ടേം ഇവിടെ നിർത്താണ്. ഈ -12 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായി, +12 ആയി. ഇനി എനിക്ക് ഈക്വൽ ടു ഇപ്പത്തെ 12 അല്ല വേണ്ടേ, 1 ആ വേണ്ടേ. സോ ടു ചേഞ്ച്
this 12 to 1, what I have to do? എന്താ ചെയ്യണ്ടേ? ആ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരു സൈഡ് മാത്രം എനിക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. സോ ഐ ഹാവ് ടു ഡിവൈഡ് ബോത്ത് ദ സൈഡ്സ് വിത്ത് 12. അപ്പൊ നോക്കിയേ 3x/12 എത്രയാ? 3 ഉം 12 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 4 അല്ലേ? x/4 പ്ലസ് y/6 ഈക്വൽ 1. ഇങ്ങനെ കിട്ടിയില്ലേ? ഇപ്പൊ ഇന്റർസെപ്റ്റ് ഫോം ആയില്ലേ? ഇനി എ എത്രയാ? എ ആണ് നമ്മുടെ എക്സ് ഇന്റർസെപ്റ്റ്. എത്രയാ? 4. ബി എത്രയാ? 6. ആൻസർ ആയി. മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ ബിയിൽ നിങ്ങൾ മൈനസ് സൈൻ ചേർക്കണം. ഓക്കെ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എപ്പോഴും ഇതാണ്. ഈ ഫോമിൽ വേണം നമുക്ക് എഴുതാനായിട്ട്. അപ്പൊ നടുക്ക് പ്ലസ് തന്നെ വരണം. അപ്പൊ ഇൻ കേസ് ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ ബിയിൽ നിങ്ങൾ എന്ത് ചെയ്തോളണം? മൈനസ് ആഡ് ചെയ്തോളണം. കഴിഞ്ഞവര് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. 4x - 3y = 6. ഇത് കഴിഞ്ഞോ എല്ലാരും? സാരം കഴിഞ്ഞോ? ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരുമോ? ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3ഉം 5ഉം ഹോംവർക്ക് ആയിട്ട് ചെയ്യണേ. ക്വസ്റ്റ്യൻ നമ്പർ 3ഉം 5ഉം നമ്മളിപ്പോ ചെയ്തില്ലായിരുന്നു, ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചില്ലായിരുന്നോ? ആ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ അപ്പൊ ഏതൊക്കെയാ ഹോംവർക്ക്? 9.3 ക്വസ്റ്റ്യൻ നമ്പർ 3 ഉണ്ട്, 5 ഉണ്ട്, പിന്നെ 1 3, 2 2, 3 ഇത്രയാണ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ. പിന്നെ 9.2 ക്വസ്റ്റ്യൻ നമ്പർ 18 ഹോംവർക്ക് മറക്കാണ്ട് ചെയ്തിട്ട് വരണം കേട്ടോ. കേട്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? താങ്ക് യു.